നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. നിലവിൽ 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, ഈ അടുത്ത കാലങ്ങളിലായി പെൻഷൻ മുടങ്ങിയ ആളുകൾ, ഒരു വർഷത്തോളമായി പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്നിങ്ങനെ പല രൂപത്തിലുള്ള ആളുകളുമുണ്ട്. അവർക്കെല്ലാവർക്കും ഉപകാരമായ വീഡിയോയാണ്. നിങ്ങളുടെ വീടുകളിലോ മറ്റോ അങ്ങനെയുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുമുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, മാസം ഇപ്പോൾ 2000 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. ഈ മാസം വരെയുള്ള മുഴുവൻ പെൻഷനുകൾ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതെല്ലാം. അങ്ങനെയുള്ള ആൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ പെൻഷൻ ലഭിച്ചിട്ട് മുടങ്ങിയ ആളുകൾ സേവന പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്താൽ അവിടെ എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് അറിയാൻ സാധിക്കും. പല ആളുകൾക്കും പല കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. ചില ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടായിരിക്കും പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ സമയത്ത് അവൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. മറ്റു ചില ആളുകൾക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക്, അവർക്ക് 60 വയസ്സാകുന്നവരെയും അവർ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർ വീണ്ടും വിവാഹിതമായിട്ടുള്ള സത്യവാങ്മൂലം നൽകണം. അത് നൽകാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആ സത്യവാങ്മൂലം നൽകുക, എന്നാൽ പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. മറ്റു ചില ആളുകൾക്കാവട്ടെ, സർക്കാരിൻ്റെ അന്വേഷണത്തിൽ നിങ്ങളുടെ വീട് 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുക, അതുപോലെ തന്നെ വീട്ടിൽ വാഹനങ്ങൾ, AC അങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പം പെൻഷൻ മുടങ്ങിയതാകാം. അങ്ങനെയുള്ള ആളുകൾക്ക് അത് അപ്പീൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പീൽ നൽകി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ വീണ്ടും വീട്ടിൽ വരികയും അന്വേഷണം നടത്തി നിങ്ങൾക്ക് പെൻഷൻ അർഹതയുണ്ടെങ്കിൽ വീണ്ടും പെൻഷൻ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നൽകുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ ID-യോ അതല്ലെങ്കിൽ ആധാർ നമ്പറോ ബാങ്ക് പാസ്ബുക്ക് നമ്പറോ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ സേവന പെൻഷൻ എന്ന് വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, വിധവകളായ ആളുകൾക്കെല്ലാം ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമർപ്പിക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇപ്പോൾ 2000 രൂപയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ചിലപ്പോൾ അടുത്ത 2 മാസങ്ങൾക്കപ്പുറം ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും 3000 രൂപയായിരിക്കും പെൻഷൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ പെൻഷൻ അപേക്ഷ സമർപ്പിക്കുക. പെൻഷൻ മുടങ്ങിയ ആളുകൾ അതെന്ത് കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.